നമുക്ക് തേങ്ങാപ്പാലും ഈസ്റ്റൊന്നും ചേർക്കാതെ അപ്പം തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 250 ml ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് പച്ചരി വൃത്തിയായി കഴുകി 2 മണിക്ക് കുതിർത്തെടുക്കാം. അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. 2 വലിയ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ഒന്ന് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 വലിയ സ്പൂൺ ദോശമാവ് കൂടി ചേർത്ത് കൊടുക്കാം. തലേ ദിവസത്തെ ദോശമാവിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിപ്പോൾ ഒരു 6 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ദോശമാവ് ചേർത്തിട്ട് നമ്മളിതുപോലെ അപ്പം ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമുക്കിനി ഒരു അപ്പച്ചട്ടിയിലേക്ക് ഒരു സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അപ്പച്ചട്ടിയിൽ മാത്രമല്ല ദോശക്കല്ല് നമുക്ക് ഈ മാവ് വെച്ച് അപ്പം ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെയും നിങ്ങൾ ഇതുപോലെ അപ്പം തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.